സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ കുറിച്ചാണ്. കർത്താവിൻ്റെ കാൽവരി കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന യോഹന്നാന് മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും ലഭിക്കാത്ത രണ്ട് വലിയ ഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതൊന്ന്, കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ കാമ്പായ കർത്താവിൻ്റെ കുരിശ് മരണം തൊട്ടടുത്ത് നിന്ന് കാണുവാനുള്ള ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയെ തൻ്റെ സ്വന്തം ജീവിതത്തിലേക്കും തൻ്റെ സ്വന്തം ഭവനത്തിലേക്കും സ്വീകരിച്ച് അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ സാമീപ്യത്തിലും ജീവിക്കാൻ ലഭിച്ച ഭാഗ്യം. ഈ രണ്ട് മഹാഭാഗ്യങ്ങൾ ലഭിച്ച യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 പോരായ്മകൾ കാണാൻ പറ്റും. ഒന്നാമത്തേത് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണും. അത് അധികാരമോഹമുള്ള യോഹന്നാനാണ്. അവിടെ നമ്മൾ തിരുവചനത്തിൽ കാണുന്ന പ്രകാരമാണ്, അദ്ദേഹം അമ്മയും കൂട്ടി വന്ന് തമ്പുരാനോട് പറയും, ഈശോയെ, അങ്ങ് രാജ്യം സ്ഥാപിക്കുമ്പോൾ എന്നെ അങ്ങയുടെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള അനുവാദം തരണം. അങ്ങനെ അധികാരത്തോട് കൊതിയുള്ള യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനോഭാവമുള്ള യോഹന്നാൻ. അത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണും. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, യോഹന്നാൻ തമ്പുരാനോട് വന്ന് പറയും, ഈശോയെ, അങ്ങയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞു. കാരണം അദ്ദേഹം നമ്മളോട് കൂടി ചേർന്നില്ല, നമ്മുടെ കൂടെ വന്നില്ല. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് കൂടി നടക്കണം, നമ്മൾ ചെയ്യണം, നമ്മൾ പറയുന്നത് പോലെ നടക്കണം, നമ്മളിലൂടെ നടക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത യോഹന്നാൻ്റെ രണ്ടാമത്തെ കുറവ്. ഈ യോഹന്നാൻ്റെ മൂന്നാമത്തെ കുറവ് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണും. അത് സഹിഷ്ണുതയില്ലാത്ത സ്വഭാവമാണ്. അവിടെ തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്, സമരിയ ദേശത്ത് കർത്താവും ശിഷ്യന്മാരും തിരസ്കരിക്കപ്പെടുമ്പോൾ യോഹന്നാൻ കർത്താവിനോട് വന്ന് പറയും, കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയട്ടെ എന്ന് ഞാൻ പറയട്ടെയോ എന്ന് ചോദിക്കും. കർത്താവ് അവരെ തിരിഞ്ഞ് ശാസിക്കുന്നതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ 3 വലിയ കുറവുകളുള്ള യോഹന്നാൻ, നമ്മൾ ആദ്യം പറഞ്ഞ 2 വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരികയാണ്, കാതലായ മാറ്റം. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. അവിടെ കർത്താവ് ഉയർപ്പിക്കപ്പെട്ടുവെന്ന് മഗ്ദല മറിയം ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ പത്രോസും യോഹന്നാനും കൂടെ കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടും. യോഹന്നാൻ ചെറുപ്പക്കാരനായിരുന്നുകൊണ്ട് ആദ്യമേ ഓടി കർത്താവിൻ്റെ കല്ലറയ്ക്കലെത്തും. അവിടെ ആദ്യമെത്തിയ യോഹന്നാൻ പിന്നാലെ വരുന്ന പത്രോസ് വരാനായിട്ട് നോക്കി നിൽക്കുക. അദ്ദേഹം കല്ലറയ്ക്കകത്ത് പ്രവേശിക്കുന്നില്ല. പിന്നാലെ വരുന്ന പത്രോസിന് ആദ്യം കല്ലറയിൽ കയറി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം ആദ്യം കാണുവാനും അത് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആ അവസരം യോഹന്നാൻ സ്വയം പത്രോസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നാമനാകാൻ ആഗ്രഹിച്ച യോഹന്നാൻ, സഹിഷ്ണുത ഇല്ലാത്ത യോഹന്നാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത യോഹന്നാൻ ഒരു വലിയ മാറ്റത്തിലേക്ക്, ആ വലിയ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഒത്തിരിയേറെ പോരായ്മകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. നമ്മുടെ എല്ലാ പോരായ്മകളും കുറവുകളും തമ്പുരാൻ്റെ തിരുക്കുരിശോട് ചേർത്ത് വെച്ചാൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, കർത്താവ് അതെല്ലാം വലിയ നിറവുകളാക്കി നമ്മളെ അനുഗ്രഹിക്കും.